ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്നും 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ പിടിയിലായ IOC DGM അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്തു. മുൻപും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന പരാതിയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അന്വേഷണം തുടങ്ങി. അലക്സ് മാത്യുവിനെ ഈ മാസം 29 വരെ റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രി കടയ്ക്കലിലെ ഗ്യാസ് ഏജൻസി ഉടമ മനോജിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അലക്സ് മാത്യു പിടിയിലായത്. മനോജിന്റെ കവടിയാറിലെ വീട്ടിൽ നിന്നും അതിവിദഗ്ധമായാണ് വിജിലൻസ് സംഘം അലക്സിനെ കുടുക്കിയത്. ഉപഭോക്താക്കളെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റാതിരിക്കാൻ 10 ലക്ഷം രൂപ കൈക്കൂലി നൽകണമെന്നായിരുന്നു ആവശ്യം. അഡ്വാൻസായി 2 ലക്ഷം രൂപ വാങ്ങാനാണ് അലക്സ് കവടിയാറിലെത്തിയത്. പിടിയിലാകുമ്പോൾ കൈക്കൂലിപ്പണം 2 ലക്ഷത്തിന് പുറമെ 1 ലക്ഷം രൂപ കൂടി അലക്സിൽ നിന്നും കണ്ടെത്തി. ബാങ്കിൽ നിന്നെടുത്ത പണമാണിതെന്നാണ് അലക്സിന്റെ മൊഴി. എന്നാൽ അതിന്റെ രേഖകൾ അലക്സ് നൽകിയിട്ടില്ല. ഇയാളുടെ കൊച്ചിയിലെ വീട്ടിലും വിജിലൻസ് സംഘം പുലർച്ചെ വരെ പരിശോധന നടത്തി. റെയ്ഡിൽ വീട്ടിൽ നിന്നും 7 ലിറ്റർ വിദേശ മദ്യവും 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും പണവും കണ്ടെത്തി. ഇയാൾ മുമ്പും ഗ്യാസ് ഏജൻസി ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന പരാതിയിൽ വിശദ അന്വേഷണത്തിനൊരുങ്ങുകയാണ് വിജിലൻസും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും. അലക്സിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തും. ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അലക്സ് മാത്യുവിന് ECGയിൽ വ്യതിയാനം കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 24 തിരുവനന്തപുരം.